അതിന്റെ കാര്യം ഞാൻ പറയാം. എന്താണ് പിണറായി ഉദ്ദേശിക്കുന്നത്? എന്നെ മുഴുവൻ പിടിക്കണമെന്ന് പുള്ളി ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞുതരാം. CPM-ഉം പിണറായി വിജയനും പമ്പയിൽ മുങ്ങിക്കുളിച്ച് അഗ്നിശുദ്ധിയൊക്കെ വരുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങളെല്ലാം പുതിയ തരത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഒരു ഹൈന്ദവ പ്രേമം കൂടി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, അയ്യപ്പനോട് മാപ്പിരക്കുന്നു. അത് കഴിഞ്ഞതാ ഇപ്പോൾ വള്ളിക്കാവിൽ എത്തി അമൃതാനന്ദമയെ ആദരിക്കുന്നു. അങ്ങനെ ഹൈന്ദവരുടെ ഇടങ്ങളിലേക്കെല്ലാം ഒരു കടന്നുകയറ്റമാണ്. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ? ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ BJPക്ക് ഹിന്ദുക്കളുടെ വോട്ടുകൾ ധാരാളമായി കിട്ടുന്നു എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ BJP ഒരു അത്ഭുതം കാണിച്ചു. അവർക്ക് പ്രതീക്ഷിക്കാത്ത ഇത്ര ഒരു 20% വോട്ട് സ്വന്തമായി പിടിക്കാനുള്ളൊരു കപ്പാസിറ്റിയുള്ള പാർട്ടിയാണ് എന്ന് ഒരു സ്റ്റേജ് വന്നു. ആ സ്റ്റേജ് വല്ലാത്തൊരു സ്റ്റേജാണ്. കാരണം ഇവിടെ ഏത് രാഷ്ട്രീയ മഴയത്തും വെയിലത്തും 30% വോട്ട് കിട്ടുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM-ആണ്. CPM-ൻ്റെ അടിത്തറ 30-ൽ താഴെ പോകില്ല. 35 വരെ അവർക്ക് കിട്ടാം. ഇപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു 30% ഏത് പൊളിറ്റിക്കൽ ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടെങ്കിലും അവരുടെ പെട്ടിയിൽ വീഴും. ഏത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും 30% വോട്ട് അവരുടെ പെട്ടിയിൽ വീഴും. ഇതുപോലെ ഒരു വോട്ട് ബാങ്കിനെ BJP ഇവിടെ ഒരു 20% കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അത് ആശങ്കാജനകമാണ് LDF-നെ സംബന്ധിച്ചുള്ളത്. അത് വോട്ട് പോയത് ആരുടേതെന്ന് നോക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, ഇത്രയും നാളും സന്തോഷിച്ചിരുന്ന കോൺഗ്രസിൻ്റെ വോട്ടാണല്ലോ പോകുന്നതെന്നാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും വോട്ടുകൾ, പ്രത്യേകിച്ച് CPM-ൻ്റെ വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകുന്നു, നേതാക്കൾ അപ്പുറത്തോട്ട് പോകുന്നു എന്നുള്ളത് അവരെ വലിയ ആശങ്കാകുലരാക്കുന്നുണ്ട്. ആ ആശങ്കയാണ് ഇപ്പോൾ ഒരു മാറ്റി ചിന്തിക്കാൻ സ്വാമിയെ ശരണമയ്യപ്പ എന്നും അയ്യപ്പ തെന്തകത്തോന്നും തത്വമസി എന്നൊക്കെ പറയാനായിട്ട് LDF-നെയും മുഖ്യമന്ത്രിയെയും വാസവനെയൊക്കെ പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇത് അവരുടെ തന്നെ കുഴപ്പം കൊണ്ടാണ്. 2021 ശേഷമുള്ള കാലഘട്ടങ്ങളിലൊക്കെ അവർ പാലസ്തീൻ എന്ന് പറയുകയും പച്ചയായി നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ കാവ്യമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് അയ്യപ്പനെ ഞങ്ങളിങ്ങെടുത്തു. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഒരു 5 വീട് ചേർന്നാൽ ഒരു വീടെങ്കിലും ഒരു കെട്ട് നിറച്ച അയ്യപ്പൻ്റെ അടുത്ത് പോകാത്തവരില്ല, അല്ലേ? നമ്മുടെ പ്രദേശത്ത് നോക്കിയാൽ അറിയാം. ഒരു ഹിന്ദുക്കൾ താമസിക്കുന്നിടത്തെ ഒരു 5 വീട്ടിൽ ഒരാളെങ്കിൽ, അതിൽ കൂടുതലേ ഉള്ളൂ. മിക്കവാറും എൻ്റെയൊക്കെ പ്രദേശത്ത് എല്ലാ വീട്ടിലെ ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു വീടൊഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ഹിന്ദുക്കൾ കുറച്ചുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 5 വീട് 10 വീടിനെങ്കിലും ഒരു അയ്യപ്പൻ്റെ കെട്ട് നിറച്ച് പോകുന്നവരുണ്ട്. അപ്പം അത് വലിയ ക്രൗഡാണെന്നുള്ളത് ഒരബദ്ധം കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് CPM-ന് വൈകി മനസ്സിലായി. അപ്പോൾ ഇനി ആ പാപം തിരുത്താനാണ് അയ്യപ്പൻ സംഗമം അവിടെ വെച്ചത്. അത് ഫലം കണ്ടു എന്ന് പറഞ്ഞാൽ ക്രൗഡിൻ്റെ മുമ്പിൽ ഫലം കണ്ടില്ല, ഭക്തന്റെ മുമ്പിൽ ഫലം കണ്ടില്ല. കാരണം പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിനേക്കാൾ ഗംഭീരമായ സംഗമമാണ് പന്തളത്ത് നടന്നത്. അവിടെ യഥാർത്ഥ ഭക്തർ വന്നു. അതെ, മറ്റേത് വിഭക്തി, ഔദ്യോഗിക. അതെ, അത് വിഭക്തി, ഇവിടെ ഭക്തി എന്നുള്ള ഒരു ഇത് വന്നു. അപ്പൊ അത് തോറ്റുപോയി എന്നാണ് എല്ലാവരും കരുതിയത്. പിണറായി തോറ്റുപോയി, LDF തോറ്റുപോയി എന്നാണ് കരുതിയത്. പക്ഷെ അവർക്ക് 2 കച്ചിത്തുരുമ്പുകൾ കിട്ടി. ഒന്ന് SNDP, ഒന്ന് NSS. ഈ 2 നേതാക്കളെ പിടിച്ച് ആ സംഘടനയെ പിടിച്ചെടുക്കാനായിട്ട് അവർക്ക് ഈ ഇലക്ഷനിലേക്ക് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിന് പുറമെ ഈ അയ്യപ്പൻ്റെ കെട്ടുനിറ പറഞ്ഞ പോലെയാണ്. ഏതാണ്ട് ഹിന്ദു വിശ്വാസികളിൽ നല്ലൊരു വിഭാഗം അമ്മ ഭക്തരാണ്. അമൃതാനന്ദമയി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മമത എന്തോ ഉണ്ട്. അത് ആ ഭജനയും അവരുടെ സ്വീകാര്യതയും അമ്മ എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ആയിരിക്കാം. എന്തായാലും ഭക്തി ഇല്ലാത്തവർക്ക് പോലും ഒരു ആദരണീയമായ വ്യക്തിയാണ് അമൃതാനന്ദമയി. അപ്പം ഒരുപാട് സാമൂഹിക സേവനം നടത്തുന്നു, ആതുര സേവനം നടത്തുന്നു. ഇതൊക്കെ കൊണ്ട് അമൃതാനന്ദമയെ നിഷേധിക്കാനാവാത്ത ഒരു പ്രതീകമായും ഒരു ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടും ആ മഠം അങ്ങനത്തെ ഒരു സ്ഥാപനമായിട്ടും ഒക്കെ തോന്നിയപ്പം അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ക്രൗഡ് പോകുന്നത് അമൃതാനന്ദമയിയുടെ അടുത്തേക്കാണ്. അപ്പം അമൃതാനന്ദമയിയുടെ അടുത്തേക്കും ഒരു ദൂതനെ അയച്ചു. അതൊരു ക്രിസ്ത്യാനിയെ തന്നെ അയച്ചു. അപ്പോൾ പിണറായി ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മതം ഇല്ല എന്ന് പറയുമ്പോഴും ഞങ്ങൾ എല്ലാ മതത്തെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് വരുത്താനും കൂടെയാണ് അത് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇപ്പോൾ മലയാറ്റൂർ പള്ളിയിലും തീർച്ചയായിട്ടും, മലയാറ്റൂർ പള്ളി മാത്രമല്ല, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഉടനെ എടുക്കും. അതെടുത്ത് ക്രിസ്ത്യാനിക്ക് കൊടുക്കും.
അത് ഇപ്പോൾ ഒന്നും നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് അതും എടുത്ത് പുറത്തെടുക്കും. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു ഭാവം കിട്ടും. പിന്നെ പലസ്തീൻ വരുന്നു. പലസ്തീൻ ഐക്യദാർഢ്യം ഇപ്പോൾ കൊണ്ടുവരാൻ പോവാ വീണ്ടും. അപ്പോൾ അതിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ നല്ലൊരു ശതമാനം പിടിച്ചു കഴിഞ്ഞാലും പോരാ, മുഴുവൻ മുസ്ലിം വോട്ടും അങ്ങോട്ട് UDF പോയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് വോട്ടുകൾ വേണം. അപ്പോൾ അതിന് പലസ്തീൻ്റെ അംബാസഡറെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം നടത്താനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല, അടിത്തറ ഇളകി എന്നുള്ളത് LDF മനസ്സിലായി. മൂന്നാം ഊഴം വരണമെങ്കിൽ തങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഒരു 30% വോട്ട് ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും CPM പെട്ടി വീഴും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ നിൽക്കുമ്പോൾ പോലും 30% വോട്ട് കണ്ണടച്ചുകൊണ്ട് ആ പെട്ടിയിൽ വീഴും. പിന്നെ അവർക്ക് ഒരു കേഡർ സ്വഭാവത്തിൻ്റെ, അത് കേഡർ സ്വഭാവമാണ്. എല്ലാ മേഖലയിലും അവർ വ്യാപരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയിലുണ്ട്, യുവജനങ്ങളിലുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരിലുണ്ട്, അധ്യാപകരിലുണ്ട്, കർഷകനിലുണ്ട്, ചുമട്ടുതൊഴിലാളിയിലുണ്ട്, എവിടെ ഇല്ല പത്രപ്രവർത്തകരിലുണ്ട്. അതല്ലേ ഈ പത്രക്കാർ പിന്നെ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ കുഴയ്ക്കുന്നവർക്ക് ചോദ്യം ചോദിക്കുന്നത്. കാരണം ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അരിവാൾ ചുറ്റി നക്ഷത്രം കഴുത്തി തൂക്കിയിട്ടുള്ളവരാണ് അധികവും. അതിൽ ഒരു പിന്നെ മാധ്യമത്തിലല്ല, പല മാധ്യമത്തിലും അങ്ങനെ പിള്ളേരെ സഭയായി വളർന്ന് അങ്ങനെ വന്ന് അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സകല മേഖലയിലും ഇവർ വ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഈ പള്ളിക്കാർക്ക് പോലും പേടി. പള്ളി കമ്മിറ്റിയിലും ഉണ്ടെന്നേ കമ്മ്യൂണിസ്റ്റുകൾ. റെസിഡൻസ് അസോസിയേഷനിൽ എനിക്കറിയാമല്ലോ, റെസിഡൻസ് അസോസിയേഷനിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ നുഴഞ്ഞു കയറി ഇഷ്ടം പോലെ സ്ഥാനങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഈ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ വീട് പോലെയാണ്. വീട്ടിനകത്ത് രാഷ്ട്രീയം വന്നാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ ആ സിനിമ കണ്ടില്ലേ? അതുപോലെയാണ്. പിന്നെ വീട്ടിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും, അമ്മ കമ്മ്യൂണിസ്റ്റും അച്ഛൻ കോൺഗ്രസ്സും ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് കുടുംബ സംഗമത്തിൽ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകളിൽ രാഷ്ട്രീയം വന്നാൽ. ഞാൻ BJP കാരനായിരിക്കും, അപ്പുറത്തവൻ കോൺഗ്രസ് ആയിരിക്കും, എൻ്റെ അപ്പുറത്തവൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. ഇവരെ എല്ലാം ഒത്തുകൊണ്ടുപോകുന്ന ആളാണ് കമ്മ്യൂണിസ്റ്റ് നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും ആവേണ്ടത്. പക്ഷേ ഇവിടെ നുഴഞ്ഞു കയറി ചില റിട്ടയർഡ് അധ്യാപകർ, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ നുഴഞ്ഞു കയറി ഞാൻ ഒന്നിലും ഇല്ലയെന്ന് പറഞ്ഞ് നിൽക്കുകയും അവർ രാഷ്ട്രീയം തന്നെ, പച്ച രാഷ്ട്രീയം തന്നെ അവിടെ നടപ്പിലാക്കുകയും ചെയ്യും. ഇത് എല്ലാ മേഖലയിലും അവരുണ്ട്. അതുകൊണ്ട് അവർക്കൊരു 30% വോട്ട് പള്ളി കമ്മിറ്റി, അമ്പല കമ്മിറ്റി എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം അതെന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഈ 30% വോട്ട് ഇവരുടെ കയ്യിലിരിക്കുമ്പം അതുകൊണ്ട് ജയിക്കാൻ കഴിയില്ല. ഇവർക്കൊരു ഇപ്പം 3 വോട്ട് ഭിന്നിക്കും. ത്രികോണ മത്സരം വരുമ്പോൾ 3 വോട്ട് പലയിടത്തും ഭിന്നിക്കും. അപ്പോൾ ഒരു 40% കിട്ടിയാലേ ഒരു 70-72 സീറ്റെങ്കിലും പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 39-40%, ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിസ്റ്ററി ചെയ്തുകൊണ്ട് പോയാൽ പോലും ഒരു 40% കിട്ടിയാൽ ബാക്കി 60-20 പിന്നെ 21 ഒക്കെ പിന്നെ BJP പിടിക്കും. 10-38 UDF പിടിച്ചാലും കുഴപ്പമില്ല. ഒരു 40-41% വോട്ട് LDF പെട്ടിയിൽ വീണാൽ LDF ആയിരിക്കും 72-75 സീറ്റ് അല്ലെങ്കിൽ 80 സീറ്റോട് കൂടി വീണ്ടും അധികാരത്തിൽ വരിക. അപ്പോൾ അത് വരണമെങ്കിൽ ഈ 30+ ഒരു 10-11% കിട്ടണം. ഇത് കിട്ടാൻ പറ്റിയത് എവിടെയാണ്? നായരും ഈഴവനും പിടിച്ചു കഴിഞ്ഞാൽ കിട്ടും. 12%-13% വരെ നായരുണ്ടെന്നാണ് കണക്ക്. 13 ഇപ്പോൾ വരാൻ വഴിയില്ല, കുറച്ചുകൂടെ കുറയാനേ വഴിയുള്ളൂ. കാരണം പലരും വിദേശത്തൊക്കെ പോയിട്ട്. അത് മുഴുവൻ സുകുമാരൻ നായർ പറയുന്നത് പോലെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, അത് 12%, 23% വരുന്ന ഈഴവരും. അപ്പോൾ എത്രയായി? 35%. ഈ 35% കിട്ടണ്ട, ഇതിൻ്റെ പകുതിയും കിട്ടണ്ട, ഇതിൻ്റെ 1/3 പോലും കിട്ടണ്ട. എങ്കിലും ഈ 40-41% വരും. അവിടെയാണ് ഇതിൻ്റെ കളി. മനസ്സിലായില്ലേ? ഈ മുസ്ലിം അല്ല, ഈ ഹിന്ദുക്കളിൽ നായരും ഈഴവനും ചേരുമ്പോൾ വരുന്ന 35%-ന്റെ 1/3 കിട്ടിയാൽ പോലും LDF അധികാരത്തിൽ വരാനായിട്ടൊരു 40-41% ആകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതായത് എന്നാൽ പോലും ഈ 1/3 പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പാടാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പം തന്നെ 5400, 5500, 5400 കൂടുതൽ വരുന്ന NSS കരയോഗങ്ങൾ. ഇതിൻ്റെ ഏതാണ്ട് 50% BJP-കാരുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. BJP-കാരെന്ന് പറഞ്ഞാൽ BJP അനുഭാവികൾ. പിന്നെ കോൺഗ്രസ് അനുഭാവികൾ വേറെയുമുണ്ട്. എല്ലാം BJP-കാരല്ലോ, കുറേ കോൺഗ്രസ്സുകാരുണ്ട്. എന്നാൽ CPM-കാർ വളരെ കുറവാണ് ഈ NSS കരയോഗത്തിൽ. അപ്പോൾ അവിടെ ഒരു വലിയ അടിത്തട്ടിലൊരു ചെറിയ ഒരു വലിയ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് NSS ഇങ്ങനെ ഒരു നടപടി എടുക്കാമോ, സുകുമാരൻ നായർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താമോ, ഇത് വ്യക്തിഗതമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
ഇതിൻ്റെ പ്രശ്നം വരാൻ പോകുന്ന ഇപ്പോഴൊന്നുമല്ല. LDF സുകുമാരൻ നായരുടെ മകൾക്ക് സീറ്റ് കൊടുക്കുകയോ അതെ അല്ലെങ്കിൽ ഇനി ഭരണത്തിൽ വന്നിട്ട് വൈസ് ചാൻസലർ ആക്കുകയോ അല്ലെങ്കിൽ PSC മെമ്പറോ ചെയർമാനോ ഒക്കെ ആക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പൊതുവെ പറയുന്നത്. അതാണ് LDFന്, അതായത് NSSന് ഓഫറും SNDPക്ക് റിലീഫും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഏതിലാണ് എന്നുള്ളത് വ്യക്തമായി വരാൻ അല്പസമയം കൂടെ വരാം. എന്തായാലും ഇത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇത് അടിത്തട്ടിൽ ഒരുപാട് വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് വോട്ട് എത്ര മാറും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷെ എന്തായാലും ഒരു ഇമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പഴയ പോലെ അല്ല, ഞങ്ങളിപ്പം ഹിന്ദുക്കളിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെയും കൂടെ ബേസ് ഉള്ള ആളാണ്. ഞങ്ങളുടെ 30% ചങ്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ വരുന്ന 10-11 കൂടെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിടിക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ക്രിസ്ത്യാനികളെ ഞങ്ങൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വഴിയും പിടിക്കും. പിന്നെ ഞങ്ങൾ മുസ്ലിങ്ങളെ അങ്ങനെ എൻബ്ലോക്ക് ആയിട്ടൊന്നും ഇവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. പക്ഷെ അത് വലിയ പാടാണ്. കാരണം ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾ വരെ ഇപ്പം UDFനാണ് അനുകൂലം എന്നാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, SDP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. ഇങ്ങനെ ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ഇപ്പം UDFന് അനുകൂലമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സമസ്തയൊക്കെ ഇനി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് എന്നെയും കൂടെ ആശ്രയിച്ചിരിക്കും അതിലേ വരുന്ന മാറ്റങ്ങളൊക്കെ. എന്തായാലും മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ അങ്ങോട്ട് പോകുന്നു, ക്രിസ്ത്യൻ വോട്ടുകളിലും വലിയ തോതിൽ അങ്ങോട്ട് പോകുന്നു UDFന്. പിന്നെ ഹിന്ദു വോട്ടുകളിൽ വലിയ ഭാഗം BJP കൊണ്ടുപോകുന്നു. ആ ഒരു ആശങ്ക ഇപ്പോൾ പരിഹരിക്കാനാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചുവപ്പിൽ അല്പം കാവി കൂടെ കലർത്താമെന്നുള്ള ഒരു ശൈലി എടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.